നേര്യമംഗലത്ത് വെച്ച് ഞാൻ മരിച്ചുപോയെന്ന് പറഞ്ഞ ഞാൻ മരിച്ച ഒരാൾ പോലെയാ പോയിരിക്കുന്നത്. ഇടുപ്പുണ്ടെങ്കിൽ സാർ രക്ഷപ്പെടുത്തും. അതെ, ആ അമ്മ സാർ രക്ഷപ്പെടുത്തും. ഞാൻ എഴുന്നേക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ സാറിനെ ഒരു ദിവസം പോലും ഓർക്കാതിരിക്കുകയാണ്. ചേട്ടന് എന്ത് അസുഖമായിട്ടാണ് രാജാക്കാട് ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? എനിക്ക് അറ്റാക്കായിരുന്നു. ഞാൻ മരിച്ച ഒരാൾ പോലെയാ പോയിരിക്കുന്നത്. അപ്പൊ കൂടെ ആരുണ്ടായിരുന്നു? അന്ന് അമ്മയുണ്ടായിരുന്നു, കുടുംബം ഉണ്ടായിരുന്നു. ആംബുലൻസിൽ ഞാനും ശ്രീരാജ ഡോക്ടറും ഒരു നേഴ്സും മാത്രമേ ഉള്ളായിരുന്നു. ചേട്ടന് പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള നെഞ്ച് വേദന വന്നപ്പോൾ പോയതാണ്. ലൈഫ് കെയറിൽ പോയി. സാർ എന്നെ സഹായിച്ചു. സെന്റ് മേരീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെന്റ് മേരീസിലോട്ട് കൊണ്ടുപോയി. സാറും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് അത് അങ്ങനെ ഓർമ്മയില്ല. എന്നാലും പിറ്റേ ദിവസം രാവിലെ അത് എല്ലാവരും ഭയങ്കര സഹായമായിരുന്നു. ഞാൻ മരിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ കിടന്ന് കൂട്ടക്കാർച്ചയായിരുന്നു. ഞാൻ എൻ്റെ അനിയന്മാർ, ചേട്ടന്മാർ, സർവ്വ ആൾക്കാർ, അമ്മ, അളിയനൊക്കെ എല്ലാം കിടന്ന് മരിച്ചെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സാറ് ശകലം എനിക്ക് അനക്കം വന്നു. സാറ് എന്നെ സഹായിച്ചു. ഈ ലൈഫ് കെയർ ഹോസ്പിറ്റലിനെ പറ്റി പറയുമ്പോൾ ചേട്ടന് ഇതെന്താ മനസ്സിൽ ആദ്യം വരുന്നതെന്ന്? എനിക്കോ, ഞാൻ ആദ്യം ആ ഡോക്ടറെ ഓർക്കുന്നു. ഞാൻ എഴുന്നേക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ സാറിനെ ഒരു ദിവസം പോലും ഓർക്കാതിരിക്കുകയാണ്. ഈ രാജാക്കാടുള്ള എല്ലാ ജനങ്ങൾക്കും ഈ ലൈഫ് കെയർ ഹോസ്പിറ്റൽ അത്രയും വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഈ ഭാഗത്ത് നിന്ന് മൊത്തം പോകുന്ന അവിടെ. ഇപ്പൊ ചേട്ടൻ എന്ത് പണിക്കാ പോകുന്നത്? ഞാനിപ്പം തടിപ്പണി. അടിപ്പണി. ആശുപത്രി നല്ല ആശുപത്രിയാണ്. ഞാൻ നോക്കിയിട്ട് എൻ്റെ ജീവൻ കിട്ടിയൊരു ആശുപത്രിയാണ്. അതുപോലെ ഇവിടുന്ന് വേറൊരാളെ കൊണ്ടുപോയിട്ടും അതും ജീവൻ കിട്ടിയൊരു ആശുപത്രിയാണ്. ഒരു ഇടുപ്പുണ്ടെങ്കിൽ സാർ രക്ഷപ്പെടുത്തും. അതെ, ചെറിയ ശ്വാസം ആ അമ്മ സാർ രക്ഷപ്പെടുത്തും. ഈ ലൈഫ് കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ചേട്ടന് എന്താണ് ചെയ്തതെന്ന് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറയാമോ? അതെന്ന് വെച്ചാൽ അവരെല്ലാം ഇങ്ങനെ ഇടിക്കുമായിരുന്നു. നമ്മുടെ ശരീരം മുഴുവൻ ഇടിക്കുമായിരുന്നു. ഇടിച്ചു കഴിഞ്ഞപ്പോൾ ആ ശകലൊരു അനക്കം വന്നു. എൻ്റെ ശരീരത്തിന് ചെറിയൊരു അനക്കം വന്നു. അന്നേരം സാറ് വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ സാറ് എൻ്റെ കൂടെ തൊടുപുഴ വരെ ഉണ്ടായിരുന്നു. ആ സാറിനെ മറക്കാൻ പറ്റിയതല്ല. ലൈഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചങ്കാണ്. നേര്യമംഗലത്ത് വെച്ച് ഞാൻ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ വണ്ടി തിരിക്കാൻ തുടങ്ങിയപ്പോഴും സാറ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് തൊടുപുഴ എത്തിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നേര്യമംഗലം കാട്ടി വെച്ച് ഞങ്ങൾ 1/4 മണിക്കൂർ കൊണ്ട് ആ ആംബുലൻസ് ഡ്രൈവർ നമ്മളെ അവിടെ കൊണ്ട് എത്തിക്കുമായിരുന്നു, തൊടുപുഴയെ കൊണ്ട് എത്തിക്കുമായിരുന്നു.